വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേന ഉപ്പേരിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ച ചേനയാണ് ഇത് കേട്ടോ. അത് ഇതുപോലെ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ നല്ല പോലെ കഴുകിയെടുക്കാൻ കേട്ടോ. കാര്യം അറിയാലോ, ചേനയൊക്കെ നന്നായിട്ട് ചൊറിയും. അപ്പം ഇതിലേക്ക് നമുക്കൊരു സവാള, പച്ചമുളക് ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ഒരു മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ട് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു വറ്റൽമുളക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ച ചേനയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേന ഫ്രൈൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇൻട്രസ്റ്റ് ഉള്ളവർ കയറി കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചൊരു സവാള ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചൊരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒന്നേ ചേർക്കണുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേന വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ തന്നെ. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഉപ്പ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. കാര്യം ചേനയാവുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ വേവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ വെന്തതിന് ശേഷം മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നല്ല പോലെ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 5 ടേബിൾ സ്പൂണോളം തേങ്ങ നമ്മൾ ചിരവി വെച്ചിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ നമ്മുടെ ചേനയ്ക്ക് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. ആ ഉപ്പൊക്കെ പാകത്തിന് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഈ റെസിപ്പി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.